ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉരുക്ക് വെളിച്ചെണ്ണ. ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ പരമ്പരാഗത രീതിയിൽ നമ്മുടെ പണ്ടത്തെ അപ്പൂപ്പനും അമ്മൂമ്മമാരും ഒക്കെ പണ്ട് ചെയ്ത് നമുക്ക് നമ്മുടെ കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ ദേഹത്ത് തേക്കാനേ അവരുടെ തലയിൽ തേക്കാനേ ഒരു ഉള്ളിൽ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഉരുക്ക് വെളിച്ചെണ്ണ എടുക്കുമായിരുന്നു. അപ്പം ആ രീതിയിൽ എടുക്കുന്ന ഒരു ഉരുക്ക് വെളിച്ചെണ്ണയുടെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. നമ്മുടെ ഉരുളി വെച്ച് തീ കത്തിച്ചു. ഇനി നമ്മൾ നമ്മുടെ തേങ്ങാപ്പാല് ഉരുളിയിലേക്ക് ഒഴിക്കാം. ചൂടായ ഉരുളിയിലേക്ക് നമ്മുടെ തേങ്ങാപ്പാല് ഒഴിക്കുകയാണ്. തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞ് ഇങ്ങനെ വെച്ചിരുന്ന നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണയുടെ തേങ്ങാപ്പാല് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്നത് നമ്മൾ ചൂടായ ഉരുളിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ നന്നായിട്ടിങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പണ്ട് നമ്മൾ ഈ ഉരുക്ക് വെളിച്ചെണ്ണയൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്തുവാ ഇത് വലിയ എളുപ്പമുള്ള കാര്യമാണെന്ന്. പക്ഷേ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണിത്. കാരണം എന്ന് വെച്ചാൽ ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ പ്രോസസ്സിങ് ആണ്. ഇത് 100 തേങ്ങയുടെ പാല. 100 തേങ്ങ എടുത്തു, തിരിഞ്ഞി അത് പിന്നെ നമ്മൾ മിക്സിയിലൊക്കെ ഒന്ന് ചതച്ച് നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞെടുത്തതാണ് ഇത്. നമുക്ക് അതിൻ്റെ മെഷീനൊന്നും ആയിട്ടില്ല. നമുക്ക് നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ട് അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. നമുക്ക് അതിങ്ങനെ നല്ല രീതിയിൽ ചെയ്ത് എനിക്ക് തോന്നുന്നൊരു 4 മണിക്കൂറെങ്കിലും നമുക്കിതിൻ്റെ പ്രോസസ്സിങ് വേണ്ടി വരും. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് കാണാം. അപ്പോഴ് നമ്മുടെ തേങ്ങാപ്പാല് നമ്മൾ അടുപ്പിൽ വെച്ച് തീ കത്തിച്ചത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് തിളച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ ദേഹത്തേക്കൊക്കെ ഇങ്ങനെ തെറിക്കും. അത് സൂക്ഷിച്ചൊക്കെ വേണം നമ്മൾ ചെയ്യാൻ. അങ്ങനെ അത് തിളച്ച് കുറച്ചുകൂടെ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഏകദേശം ആ ഒരു കക്കനൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങി കഴിയുമ്പോൾ പിന്നെ നമുക്ക് തീയൊക്കെ കുറച്ചിട്ട് ചെറിയ തീയിൽ പിന്നെ ഇങ്ങനെ ഉരുക്കി എടുക്കണം. ഈ നമ്മുടെ ഈ ഉരുക്ക് വെളിച്ചെണ്ണ എല്ലാവരും പറയുന്നുണ്ട്, ഉരുക്ക് വെളിച്ചെണ്ണ രാവിലെ വെറും വയറ്റിൽ ഒരു ചെറിയൊരു സ്പൂൺ ഉരുക്ക് വെളിച്ചെണ്ണ വീതം ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രതിരോധ ശേഷി ഉണ്ടാവുമെന്നും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഒരു പ്രതിരോധം നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഡോക്ടേഴ്സൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇത് എല്ലാ ദിവസവും കഴിക്കുക. പിന്നെ കഴിച്ചെന്ന് വിചാരിച്ചിട്ട് വേറെ മറ്റ് ദൂഷ്യഫലങ്ങളൊന്നും ഇല്ലാത്ത അതുകൊണ്ട് നമുക്ക് കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം, വലിയവർക്കും കഴിക്കാം. അതുപോലെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഈ എന്തെങ്കിലും ചൊറി ഇങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും അലർജി അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ ഈ ഉരുക്ക് വെളിച്ചെണ്ണ 2 രീതിയിൽ എടുക്കുന്നുണ്ട്. ഒന്ന് നമ്മളിപ്പോൾ ചെയ്യുന്ന രീതിയിൽ പരമ്പരാഗത രീതിയിൽ നമ്മൾ തീയിൽ വെച്ച് ഉരുക്കി എടുക്കുന്നുണ്ട്. പണ്ട് മുതലേ അങ്ങനെയാണ് ചെയ്തു വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പം മെഷീൻ വഴി പാലെടുത്തിട്ട് അത് ശീതീകരിച്ചിട്ട് നമ്മുടെ വെളിച്ചെണ്ണയുടെ അതേ കളറിൽ തന്നെ എടുക്കുന്നുണ്ട്. പക്ഷെ അതിന് ഈ മണവും കാര്യങ്ങളും ഒന്നുമില്ല. സാധാരണ ഒരു വെളിച്ചെണ്ണയുടെ മണം പോലും അതിന് ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെയും ഇപ്പം വിപണിയിൽ ഉരുക്ക് വെളിച്ചെണ്ണ വരുന്നുണ്ട്. അപ്പോൾ രണ്ടും ഉപയോഗിക്കുന്നതുകൊണ്ട് ദൂഷ്യമൊന്നും ഇല്ലെന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉരുക്ക് വെളിച്ചെണ്ണ വാങ്ങിക്കുക. ഉള്ളിൽ കഴിക്കാൻ പറ്റുന്നവരെല്ലാവരും കഴിക്കുക. നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ ഏകദേശം നല്ലതുപോലൊക്കെ തിളച്ച് കക്കനൊക്കെ മൂത്ത് വരാനുള്ള ഒരു പാകമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് വിട്ട് ഇളക്കാവുന്ന ഒരു പരുവത്തിലേക്കായിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂറോളം നമുക്ക് കൈയെടുക്കാതെ ഇളക്കിയത് കൊണ്ട് നമ്മുടെ ഇത് ചുവട്ടിൽ പിടിക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഏതാണ്ടൊരു 1.5 മണിക്കൂറും കൂടെ ഇത് കിടന്നെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ ആ ഒരു മൂപ്പോടുകൂടി നമുക്ക് ആ വെളിച്ചെണ്ണ എടുക്കാൻ പറ്റും. നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്.
നമ്മുടെ കക്കനൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ആ മണം ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കതൊരു പ്രത്യേക ഒരു അനുഭവമാണ് ആ മണം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ പാകമായി. നമുക്കിനി ആ ചെറിയ കനലിലാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ആ ചെറിയ കനലിൽ കിടന്ന് ഒന്നുകൂടൊന്ന് മൂത്ത് ഒരു എണ്ണ മാക്സിമം എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അരിച്ചെടുത്തിട്ട് ആറി നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ കുപ്പികളിലേക്ക് പാക്ക് ചെയ്യും. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഈ പ്രോഡക്റ്റ് വേണ്ടുന്നവർ നമ്പർ 99 46 17 80 19 ഈ നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്താൽ നിങ്ങളുടെ അഡ്രസ്സും ഇട്ട് തന്നാൽ അത് ഓൺലൈനിലായിട്ട് കൊറിയർ വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. ബൈ.